മക്കളെ നമുക്ക് ഒപ്റ്റിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഒപ്റ്റിക്സിൽ റിഫ്രാക്ഷന്റെ പാർട്ടിൽ നിന്നൊരു ക്വസ്റ്റൻ ആണ്. നമ്മൾ അപ്പാരന്റ് ഡെപ്ത് റിയൽ ഡെപ്ത് ഒക്കെ പഠിക്കുന്നില്ലേ, അവിടെ നിന്ന് ക്വസ്റ്റൻ ഒന്ന് വായിച്ചോ. അതിനകത്ത് പറയുന്നത് എയർ ബബിൾ ഇൻ എ ഗ്ലാസ് സ്ലാബ് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 നിയർ നോർമൽ ഇൻസിഡൻസ് ഈസ് 5 centimeter deep when viewed from one surface and 3 centimeter deep when viewed from the opposite surface. The thickness of the slab is. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ നിങ്ങൾ, ഒരു സ്ലാബിനുള്ളിൽ നമുക്ക് എന്തുണ്ട്? ഒരു എയർ ബബിൾ ഉണ്ട്. സ്ലാബിൻ്റെ ഉള്ളിൽ ഒരു എയർ ബബിൾ ഉണ്ട്. എടാ, സ്ലാബിനുള്ളിൽ ഒരു എയർ ബബിൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇതൊരു 5 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ 5 സെന്റിമീറ്റർ കാണൂല. കാരണം അവിടുത്തെ റിയൽ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യില്ല, നമുക്ക് അപ്പാരന്റ് ഡെപ്താ ഫീൽ ചെയ്യുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞതും അതാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള അപ്പാരന്റ് ഡെപ്ത് 5 സെന്റിമീറ്റർ ആണ്, ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോഴുള്ള അപ്പാരന്റ് ഡെപ്ത് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ലാബിന്റെ ശരിക്കുള്ള തിക്നെസ് എത്ര? അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. തിക്നെസ് എത്ര എന്നുള്ളതാണ് ചോദിച്ചത്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എടാ ശരിക്കിത് ഒരു എക്സും ഒരു വൈയും ഉണ്ടെങ്കിൽ ഈ എക്സും വൈയും ഒന്നും നമുക്ക് ഫീൽ ചെയ്യൂല. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിക്കോ. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള അപ്പാരന്റ് ഡെപ്തിന് നമ്മൾ D1 എന്ന് പേര് കൊടുത്തു, 5 സെന്റിമീറ്റർ. മറ്റേ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ അതിന് D2 എന്നും പേര് കൊടുത്തു, 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ലാബിന്റെ തിക്നെസ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു D1 പ്ലസ് D2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതിനുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഇൻറ്റു 5 പ്ലസ് 3 1.5 ഇൻറ്റു 8. ആൻസർ എത്ര വരും? 12 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ. ആ കൂട്ടത്തിൽ 12 സെന്റിമീറ്റർ ഉണ്ടല്ലോ. ഇതാ റെഡി.